ഇത്. ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഡയറക്ടറായ വിജേഷ് തന്നെയാണ് ഈ വീടിൻ്റെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും ചെയ്തിട്ടുള്ളത്. ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ അഖിലാണ് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ്. തികച്ചും വെസ്റ്റേൺ കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടേജ് ഏരിയയിൽ വാൾ ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. അതിനോടുകൂടി തന്നെ സ്പോട്ട് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി ഒരു കാറും ഒരു ബൈക്കും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറിങ്ങും ചെയ്തിട്ടുള്ളത്. ഏരിയ വളരെ കുറവായതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സ്ക്രോളിംഗ് ആൻഡ് ഫോൾഡബിൾ ഗേറ്റ് ആണ് ഈ വീടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്ഡ് പാറ്റേണിലാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ മിക്സ് ആണ് ഇവിടെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത്. വാൾ ക്ലാഡിങ്ങും ഇവിടുത്തെ പില്ലറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കണ്ടംപററി പാറ്റേണിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് പ്ലാവിൻ്റെ തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് പോകാം. വീടിൻ്റെ മെയിൻ ഡോർ കടന്നു വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനായിട്ട് ആലിലയും മയിൽപ്പീലിയും യൂസ് ചെയ്തിട്ടുള്ള പിക്ചർ ഫ്രെയിംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നിഷ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഭംഗിയാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലായി തന്നെയാണ് ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ TV യൂണിറ്റും പൂജ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ പൂജ മുറിക്ക് പകരമാണ് ലിവിംഗ് റൂമിൽ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പൂജ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ വാൾ ക്ലാഡിങ്ങും ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഇങ്ങനൊരു വാൾ ക്ലാഡിങ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്ഡ് സോഫ സെറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ടീപ്പോയ്ക്ക് പകരം ഒരു പെട്ടകമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായി വൈറ്റ് ആൻഡ് പീച്ച് കളർ ഷെയ്ഡിലുള്ള നിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. വോൾ കട്ട് ചെയ്തിട്ടാണ് ഈ നിഷ് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഷോ പീസസ് അവിടെ വെച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്സും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നിഷ് വർക്കിൻ്റെ മുകളിലായി ട്രിപ്പിൾ കളേർഡ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ വിൻഡോ കർട്ടൻസിന് പകരം ഡബിൾ ഷെയ്ഡഡ് വുഡൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻറ്റീരിയേഴ്സിൽ വോയിസ് റെക്കഗ്നിഷൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സും ഫാൻസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അലക്സ, ടേൺ ഓൺ ദ ഫാൻ.
ഡൈനിങ് റൂമിലേക്കാണ് കടക്കുന്നത്. ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റീരിയർ പാർട്ടീഷൻ വാൾ യൂസ് ചെയ്തിട്ടാണ്. അതിനോട് കൂടെ തന്നെ നിഷ് വർക്കും അതിൽ സ്പോട്ട് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കണ്ടംപററി സ്റ്റൈലിനോട് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ബോക്സ് പാറ്റേണിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സീറ്റഡ് ഡൈനിങ് ടേബിളാണിത്. അതുപോലെ തന്നെ ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡ് ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിലേക്ക് കൂടുതൽ വെളിച്ചം കടക്കാനായിട്ട് ഡൈനിങ് റൂമിൻ്റെ സൈഡിലായി ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഡബിൾ ഷെയ്ഡഡ് വുഡൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വിൻഡോയുടെ സൈഡിലായി തന്നെ നിഷ് വർക്കും ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഫ്ലവർ വേസസും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും പോയിരിക്കുന്നത്. ഡൈനിങ്ങിനും കിച്ചണിനും ഇടയിലുള്ള ഏരിയയിലാണ് ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഷ് ബേസിൻ കൗണ്ടറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റീരിയർ പാർട്ടീഷൻ വാൾസും ജാലി വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഈ ഇൻറ്റീരിയർ പാർട്ടീഷൻ വാളിൻ്റെ ഇടയ്ക്കായിട്ട് 2 അക്വേറിയംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ പ്രധാന പ്രത്യേകതയാണ് ഈ ബൗൾ ടൈപ്പ് വാഷ് ബേസിൻ. രണ്ട് വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിൽ രണ്ടും PVC ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ PVC ബ്ലൈൻഡ്സിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഈർപ്പം തട്ടിയാലും നശിക്കാത്ത രീതിയിലുള്ള PVC ബ്ലൈൻഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോറേജസ് തന്നെ ഇലക്ട്രിക് ഹോബ് ആൻഡ് ഹുഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് തന്നെ വീടിന് മറ്റൊരു എക്സിറ്റ് ഡോർ കൂടെ ഉണ്ട്. ഈ വീടിന് മുഴുവനായി 4 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലും. എല്ലാ ബെഡ്റൂംസിൻ്റെയും ഡോഴ്സ് ടെക്സ്ചർ ഗ്രെയിൻസ് കൊണ്ടുള്ള പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമും മറ്റേതൊരു മൾട്ടിപർപ്പസ് റൂമുമാണ്. ആ മൾട്ടിപർപ്പസ് റൂം ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു ഹോം തിയേറ്റർ ഇഫക്റ്റ് കിട്ടാനായിട്ട് മുഴുവനായ ഒരു ഡോൾബി സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്റർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സൗണ്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള 3 പാനൽ വിൻഡോ സിസ്റ്റമും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് മുഴുവനായി ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് CCTV ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്. ആ CCTV ക്യാമറാസിൻ്റെ ഫുൾ കണക്ഷനും ഈ ഹോം തിയേറ്ററിലേക്കാണ് വരുന്നത്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഹൈലൈറ്റഡ് വാൾ ചെയ്തിരിക്കുന്നത്. യെല്ലോ പെയിൻറ് വെച്ചിട്ടാണ് ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു വിൻഡോയും ഉണ്ട്. ആ വിൻഡോയിൽ വുഡൻ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ സൈഡിലായി മറ്റൊരു വിൻഡോ കൂടിയുണ്ട്. ഈ സൈഡിലായി ഓഫ് വൈറ്റ് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലെ ഓഫ് വൈറ്റ് പെയിൻറ്റിനോട് യോജിച്ച് പോകുന്ന ഒരു വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വാർഡ്രോബിനോട് കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, ഒരു ഡ്രസ്സിംഗ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് മിററിൻ്റെ പുറകിലായി ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഉണ്ട്. ഈ സൈഡിലായിട്ട് നിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നിഷ് വർക്ക് വോൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഡെക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടെ സ്പോട്ട് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്.
മെയിൻ ഡോറിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഈ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഈ വാഷ്റൂമിൽ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഫുള്ളി ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഈ വാഷ്റൂം ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയുമാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രധാന പ്രത്യേകതകൾ. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ആണിത്. ഡൈനിങ്ങിനോട് ചേർന്നാണ് ഈ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു ക്രമീകരണം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായി നിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും വോള് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ നിഷ് വർക്ക് ചെയ്തിരിക്കുന്നത്. കൂടുതൽ മനോഹരമാക്കാനായിട്ട് അവിടെ സ്പോട്ട് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വോള് റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രെയിം ടു ഫ്രെയിം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ടാണ് ഇങ്ങനൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് റൂമിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ട് റൂഫിൽ പാരഗോളാസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ കളറാണ് പാരഗോളാസിൽ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗോളാസിൻ്റെ മേളിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ സ്റ്റെയറിൻ്റെ നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ്. അതിനോട് ചേർന്ന് പോകുന്നത് തന്നെ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ തന്നെ ബെഡ്ഷീറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ റൂമിനെ അട്രാക്റ്റീവ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ ബെഡിൻ്റെ ഒരു സൈഡിലായിട്ട് കോർണർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ 2 വിൻഡോസ് ആണുള്ളത്. അതുപോലെ തന്നെ റൂമിൻ്റെ ഓഫ് വൈറ്റ് പെയിൻറ് ചെയ്തിട്ടുള്ള വാളിൽ നിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കാനായിട്ട് ഡെക്കർ പീസും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ടാണ് ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള വാർഡ്രോബും ഇവിടെയുണ്ട്. ഡ്രസ്സിംഗ് മിററും അതിനോട് കൂടെ തന്നെയുണ്ട്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം കൂടെ ഈ റൂമിനുണ്ട്.
ഫ്ലോറിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസിലുള്ള ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ടുള്ള ബെഡ്റൂമാണിത്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റും അതുപോലെ ഓഫ് വൈറ്റ് പെയിൻറ്റുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളർ പെയിൻറ്റിനോട് കൂടെ യോജിച്ച് പോകുന്ന നിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായി സൈഡ് വിൻഡോസും ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്രീനും ഓഫ് വൈറ്റിൻ്റെയും കൂടെ ചേർന്ന് പോകുന്ന ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിനോട് യോജിച്ച് പോകുന്ന വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിനകത്ത് അറ്റാച്ച്ഡ് മിറർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റേത്. പിന്നെ ഈ റൂമിൽ എടുത്ത് പറയത്തക്കതായിട്ട് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 റൂമിലാണ് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ റൂമിലെയും സോക്കറ്റ്സ് സിൽ ലെവൽ ആണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓട്ടോ ക്ലോസിംഗ് ആയിട്ടുള്ള സോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടെറസിനെ യൂട്ടിലിറ്റി ടെറസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ എലിവേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. റൂഫ് ടോപ്പിലേക്ക് ഒരു ടെമ്പററി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രിക്ക് വാൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഏരിയനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഇവിടെ പ്രകൃതി ഭംഗിയെ മാക്സിമം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഈ ബാൽക്കണീനെ ഒരു ലിവിങ് ഏരിയ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എൽ ഷേപ്ഡ് സോഫ സെറ്റും കൂടെ ഒരു ടീപ്പോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലെ ഒരു സൈഡിലായിട്ട് വാൾ ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് പാറ്റേണിലാണ് ഈ വാൾ ക്ലാഡിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് ഒരു ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് എൻട്രി കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയും തമ്മിലുള്ള സെപ്പറേഷൻ ടഫ് ആൻഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പൺ ബാൽക്കണിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ട് ഡിസൈനിങ്ങും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ബാൽക്കണിയുടെ സൈഡിലായിട്ട് ഒരു കോർണർ വിൻഡോ ഉണ്ട്. നമ്മൾ വീടിൻ്റെ അകത്തെ സ്റ്റെയറിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന ആ വിൻഡോയാണ് ഇവിടെ ഓപ്പൺ ബാൽക്കണിയുടെ സൈഡിലായിട്ട് ഗ്ലാസ് വെച്ചിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ വാട്ടർ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ടോട്ടൽ ഏരിയ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ലാൻഡ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സൺഷെയ്ഡിലാണ് ഇവിടുത്തെ വാട്ടർ സ്റ്റോറേജ് സ്പേസ് ശരിയാക്കിയിരിക്കുന്നത്.